പലപ്പോഴും നമ്മൾ രാവിലെ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് ഇഡ്ഡലിയും ദോശയായിരിക്കും അല്ലേ. കൂടുതൽ എളുപ്പത്തിൽ നമുക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന, അതുപോലെ നമുക്ക് സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണെന്ന് വെച്ചാൽ മാവ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുമല്ലോ. അപ്പോൾ അതിന് നമ്മൾ കുറച്ചധികം ഒരു 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള യാതൊരു മടുപ്പും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും ഇഡ്ഡലിയും ദോശയൊക്കെ. അതുപോലെ തന്നെ ഈ ഒരു തട്ട് കഴുകിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ? എന്നാൽ ഈ ഒരു ടിപ്പ് ചെയ്തു നോക്കൂ കേട്ടോ. അപ്പോൾ സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ചൂട് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് വാക്കുകൾ കൊണ്ട് പറയുന്നത് വെറുതെയാണ്. എന്നുവെച്ചാൽ അത്രയും നമ്മൾ ചുട്ടു പൊള്ളുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് പോകുന്നത്. നമ്മൾ ഫാനോ സിയിലോ ഇരുന്നിട്ടൊന്നും കാര്യമില്ല. നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങി അപ്പം ശരീരം ഇങ്ങനെ വെട്ടി വേർക്കുക എന്ന് പറയില്ല, ആ ഒരു അവസ്ഥയാണ് അല്ലേ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഉള്ളിലേക്കും നമ്മൾ തണുപ്പ് ചെന്നാൽ മാത്രമേ നമുക്കത് കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് സാധിക്കുള്ളൂ. നമ്മൾ പോകുന്ന വഴികളിലൊക്കെ നമുക്ക് സിയും കൊണ്ട് നടക്കാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ ഇന്ദുപ്പാണ് കേട്ടോ ഇതിലേക്ക് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് നല്ല തൈരോ അല്ലെങ്കിൽ കട്ട തൈരോ അല്ലെങ്കിൽ മോരോ എടുക്കാവുന്നതാണ് കേട്ടോ. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഡയറ്റൊക്കെ നോക്കുന്നവരാണെങ്കിൽ മോരെടുക്കുന്നതായിരിക്കും നല്ലത്. അതല്ല ഡയറ്റൊന്നും നോക്കുന്നില്ല കുട്ടികൾക്കാണെങ്കിൽ തൈരായിരിക്കും നല്ലത് കേട്ടോ. ഹെൽത്തിന് അത്രയും നല്ലതാണ് തൈര്. അപ്പം നമ്മൾ ഇന്ദുപ്പിട്ട് കൊടുത്ത് തൈരിട്ട് കൊടുത്ത് പിന്നെ നമുക്ക് വേണ്ടത് കഞ്ഞിവെള്ളമാണ് കേട്ടോ. വെള്ളത്തിലല്ല നമ്മളിത് കലക്കിയെടുക്കേണ്ടത്, നല്ല കഞ്ഞിവെള്ളത്തിൽ, അന്നുണ്ടാക്കിയ കഞ്ഞിവെള്ളത്തിൽ നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് എല്ലാവർക്കും കുടിക്കാവുന്നതാണ്. ശരീരത്തിൽ പല രീതിയിലുള്ള ബെനിഫിറ്റിനോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിലെ ചൂട് ക്രമീകരിക്കുവാനും നമുക്ക് ഈ എന്താ പറയുക ചൂടുകുരു വരിക, നമുക്ക് ചൂട് സഹിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ, നമ്മൾ ശരീരം ഒന്ന് തണുപ്പിച്ചെടുക്കാനായിട്ട് സൂപ്പറാണ് കേട്ടോ. ഒന്ന് ചെയ്തു നോക്കുക. നല്ല രീതിയിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് തന്നെയാണ്. എല്ലാ ദിവസവും നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു വെക്കേഷൻ ടൈമിൽ നമുക്ക് കുട്ടികൾക്ക് വളരെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ്. അത് വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റുമാണ്, എളുപ്പപ്പണിയാണ് കേട്ടോ. പഴംപൊരിയൊക്കെ കഴിച്ച് മടുത്തവർക്ക് ഇതുപോലെ ക്രിസ്പി പഴംപൊരി, നമ്മളിപ്പോൾ ക്രിസ്പി ചിക്കനൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ, ഇപ്പോൾ ഫ്രൈഡ് ചിക്കനൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് കുട്ടികൾക്ക് ഈ ഒരു പഴംപൊരി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അവർ തന്നെ ചോദിക്കും ഇത് ചിക്കൻ ആണോ എന്ന് വെച്ചാൽ അത്ര ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ആ ഒരു ഫ്രൈഡ് ചിക്കൻ കഴിക്കുന്ന ഒരു ടേസ്റ്റ് നമുക്ക് ഈ ഒരു പഴംപൊരി കഴിക്കുമ്പോൾ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ അരിഞ്ഞെടുക്കുന്ന പോലെ നിങ്ങൾ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുക. എന്നിട്ട് നമുക്ക് പൊടിയായിട്ട് വേണ്ടത് കോൺഫ്ലവർ പൊടിയാണ് കേട്ടോ. അതാണ് ഇത്തിരി കൂടി നല്ലത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ നമ്മളുടെ പഞ്ചസാര, മുളക് പൊടി എരിവുള്ളതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി ഇടാവുന്നതാണ്. എന്നിട്ട് വെള്ളം ചേർത്ത് നല്ലതുപോലെ തന്നെ ലൂസായിട്ട് കട്ടയൊന്നുമില്ലാതെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇത് കുറേ ക്വാണ്ടിറ്റി ഒന്നും വേണ്ട, നമ്മളൊന്ന് ഡിപ്പ് ചെയ്ത് മാത്രമേ എടുക്കുന്നുള്ളൂ. ഈ ഒരു ഇത്രയും ഒരു പഴംപൊരി ഉണ്ടാക്കാനായിട്ട് ഇത്രയും ഒരു പൊടി കലക്കിയെടുത്താൽ മതി, കൂടുതലൊന്നും വേണ്ട കേട്ടോ. ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് പിന്നെ വേണ്ടത് ബ്രെഡ് കംസ് ആണ് കേട്ടോ. ബ്രെഡ് പൊടിച്ചതോ റസ്ക് പൊടിയോ എന്താണെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതിലൊന്ന് മുക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് പൊരിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഇത് ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള, ഇപ്പം ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇത് ഉണ്ടാക്കി കൊടുത്തതിന് അവർ തന്നെ ചോദിക്കും ഇതെങ്ങനെയാണെന്ന്. ആ ഒരു എരിവും മധുരവും പഴത്തിൻ്റെ ഒരു പുളിപ്പും എല്ലാം കൂടെ മിക്സായി വരുമ്പോൾ അല്ലേ വേറെ ലെവൽ എന്ന് പറയൂലേ, ആ ഒരു ലെവലിലാണ് നമുക്ക് ഈ ഒരു പഴംപൊരി കിട്ടുന്നത് കേട്ടോ. ഇത് ചെയ്ത് കഴിഞ്ഞ് ആദ്യം ഞാൻ ചെയ്തപ്പോൾ വിചാരിച്ച് എന്തായിരിക്കും ടേസ്റ്റ് എന്ന്, പക്ഷേ ഇല്ലേ ക്രിസ്പി ചിക്കനൊക്കെ തിന്നുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷമില്ലേ, അത് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് വഴി ഒന്ന് അറിയിക്കണം കേട്ടോ, എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. കണ്ടില്ലേ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്, അതുപോലെ തന്നെ ടേസ്റ്റിനും ഒരു കുറവില്ല. അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടും വളരെ എളുപ്പത്തിലും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു കിടിലൻ ഒരു റെസിപ്പിയാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തതായിട്ട് നമ്മൾ കറുപ്പ് തുണികളിലാണ് ഏറ്റവും, ജീൻസിലാകട്ടെ പാൻറ്റിലാകട്ടെ ടീഷർട്ടിലാണെങ്കിലും കറുപ്പാണെങ്കിൽ അല്ലെങ്കിൽ ഡാർക്ക് കളറ്, ഡാർക്ക് ബ്ലൂ, ഡാർക്ക് കളേഴ്സായ ഏതൊരു തുണിയും വാഷിംഗ് മെഷീനിലോ അല്ലെങ്കിൽ കഴുകി കഴിയുമ്പോഴൊക്കെ നമ്മൾ ഇതുപോലെ പൂട ഇങ്ങനെ വെള്ള കളറ് പൂട പോലെ ഇങ്ങനെ അതിലുണ്ടാകും. ആ ഒരു തുണികളിൽ
എപ്പോഴും ഉണ്ടാകും. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഈ ഒരു സ്പോഞ്ച് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ ഹറിബറിയിലൊക്കെ നമ്മൾ കഴിയുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ മറ്റുള്ള തുണികൾ ഇപ്പോൾ എപ്പോഴും ഡാർക്ക് കളർ തുണികൾ മാത്രം ഇട്ട് കഴുകുന്നതായിരിക്കും നല്ലത്. വെള്ളയുടെ ഒപ്പോ വേറെ എന്തെങ്കിലും കളറിൻ്റെ ഒപ്പം ഇടാതെ അത് ഡാർക്ക് കളർ മാത്രം വാഷിംഗ് മെഷീനിലിട്ട് കഴുകുമ്പോൾ ആ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. ഉണ്ടായാൽ തന്നെ ഈ ഒരു സ്പോഞ്ച് കൊണ്ട് ഇതുപോലെ റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. അടുത്തതായിട്ട് പാലൊക്കെ നമ്മൾ കൊട്ടിപ്പോയി കഴിഞ്ഞാൽ 1.5 ടാസ്ക് ആണല്ലോ അത് തുടച്ചെടുക്കാൽ ആ തുടച്ച തുണി നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. അത്ര മണമായിരിക്കും ആ ഒരു തുണിക്ക് അല്ലേ. അതുപോലെ തുടച്ചാലും അത് പോകുകയില്ല. അപ്പോൾ ഇതുപോലെ ഒരു സ്പോഞ്ച് നമ്മളെപ്പോഴും അടുക്കളയിൽ വെക്കുക. ഇതുപോലുള്ള ഒരു സിറ്റുവേഷനൊക്കെ വന്നാൽ വളരെ സിമ്പിളായിട്ട് ഇത് നോക്കിക്കേ. ഞാനിപ്പോൾ ഒരു പ്ലേറ്റിൽ പാല് ഇതാക്കിയിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ വൈറ്റ് ഇതായതുകൊണ്ടാണ് കേട്ടോ, കൗണ്ടർ ടോപ്പ് കാണൂല, അതുകൊണ്ടാണ് ബ്ലാക്ക് പ്ലേറ്റിൽ ഞാൻ കാണിച്ചു തരുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ഒരു പാല് തുടച്ചെടുക്കാനായിട്ട് സാധിക്കും. ഞാനിപ്പം 3-4 പ്രാവശ്യം ഇതുപോലെ ഒന്ന് നല്ലതുപോലെ പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പോഞ്ച് പൂർണ്ണമായിട്ടും ആ പാല് വലിച്ചെടുത്ത് ക്ലീൻ ആക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കണേ. അടുത്തതായിട്ട് നമ്മൾ പപ്പടം കഴിക്കുമ്പോൾ ഏറ്റവും വലിയ ഇഷ്യൂ ആണ് അതിൽ എണ്ണ കൂടുതലായിട്ട് വരിക എന്നുള്ളത്. അതുപോലെ ചുട്ട പപ്പടത്തിൻ്റെ ടേസ്റ്റ് വളരെ അധികമാണ്. അല്ലെ നമുക്കൊരു ഇപ്പോൾ കഞ്ഞിയുടെ ഒപ്പമാണെങ്കിലും ചമ്മന്തിയും കഞ്ഞിയും അല്ലെങ്കിൽ ചോറിൻ്റെ ഒപ്പമാണെങ്കിലും നമുക്ക് ഈ ഒരു ചുട്ട പപ്പടം വളരെ ഒരു എന്താ പറയുക ഹെൽത്തിയാണ്. അതിനോടൊപ്പം തന്നെ വളരെയധികം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അടുപ്പിൽ ചുട്ടെടുത്ത ഇത് പപ്പടമാണെങ്കിലും വളരെയധികം ഇഷ്ടമാണ്. അതുപോലെ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ നമ്മൾ പൊരിച്ചെടുക്കുന്നതിനേക്കാളും ഇതുപോലെ ചുട്ടെടുത്തിട്ട് ചമ്മന്തി ഉണ്ടാക്കിയാൽ തേങ്ങയൊക്കെ ഇട്ട് ചമ്മന്തി ഉണ്ടാക്കിയില്ലേ, അതിൽ ഈ ഒരു ചുട്ട പപ്പടം ഇട്ട് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് ഒട്ടും ഒരു തരി പോലും എണ്ണ ഒഴിക്കാതെ നമുക്ക് കെറ്റിലിൽ ഇതുപോലെ ചുട്ടെടുക്കാനായിട്ട് സാധിക്കും. ഇതുപോലെ മുറിച്ച് ആ ഒരു പ്രാവശ്യത്തെ ചൂടാകൽ കഴിഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. ആ ഒരു കെറ്റിൽ ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചുട്ട പപ്പടം കിട്ടാനായിട്ട് ഈസിയാണ് കേട്ടോ. അടുത്തതായിട്ട് ബാക്കി വന്ന ചോറ് നമ്മൾ പലപ്പോഴും പിന്നെയും തിളപ്പിച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ. പിന്നെയും കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ട് ഊറ്റിയെടുക്കും. അതിനേക്കാളും പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കുക്കറിൽ എന്താ പറയുക ഒരു 2 മിനിറ്റ് ഇതുപോലെ വെള്ളമൊന്നും ഒഴിക്കാതെ 2 മിനിറ്റ് ഇതുപോലെ ചൂടാക്കി എടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ഇഡ്ഡലി ആകട്ടെ ദോശ ആകട്ടെ ഉണ്ടാക്കുമ്പോൾ നല്ല പഫി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തണുപ്പ് കാലത്ത് നല്ല രീതിയിൽ അത് പൊങ്ങി വരാതിരിക്കുമ്പോൾ നല്ല പഫി ആയിട്ട് പൊങ്ങി വരാനായിട്ട് നിങ്ങൾ കുക്കറിൽ ഇതുപോലെ മാവ് അരച്ചിട്ട് കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് ആയിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കും കേട്ടോ. നിങ്ങൾക്കിപ്പോൾ 2 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് മാവ് നല്ലപോലെ പൊങ്ങി വരണമെങ്കിൽ കുറച്ച് വെള്ളത്തിലേക്ക് ഈ ഒരു കുക്കർ ഇറക്കി വെച്ചാൽ മതി. താഴെ ഒരു പ്ലേറ്റിൽ നേരിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഈ കുക്കർ അങ്ങോട്ട് വെച്ച് കൊടുത്താൽ ഒരു 2-3 മണിക്കൂർ കൊണ്ട് നല്ല പോലെ തന്നെ മാവ് ഇതുപോലെ നല്ല പോലെ പൊങ്ങി വരും കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മൾ കൂടുതൽ മാവൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കും. പക്ഷെ 2 ദിവസം ഉപയോഗിച്ച് കഴിയുമ്പോൾ 3-ാമത്തെ ദിവസം ഒരു പുളിപ്പ് വരും അല്ലേ. ആ ദോശയാണെങ്കിലും ഇഡ്ഡലി ആണെങ്കിലും അതിൻ്റെ ഒരു ടേസ്റ്റ് കുറഞ്ഞു പോകുന്ന പോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു നുള്ള് പഞ്ചസാര ചേർത്ത് മാവ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ആണെങ്കിലും ദോശയാണെങ്കിലും കിട്ടുന്നതാണ്. ദോശയാണെങ്കിൽ നല്ല നൈസായിട്ട് നേരിയതായിട്ട് കിട്ടാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഇതിനു മുമ്പുള്ളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ ദോശ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടാനായിട്ട് ഇഡ്ഡലി അല്ല കേട്ടോ ദോശ, ഒരു പപ്പടം വെള്ളത്തിലിട്ട് കുതിർത്തിയതിന് ശേഷം ഈ മാവിൻ്റെ ഒപ്പം മിക്സ് ചെയ്തെടുത്താലും നല്ല രീതിയിൽ നല്ല അടിപൊളി ദോശ കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശ എന്ന് പറയില്ലേ. ഇപ്പോൾ കടകളിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അവർ ഇതുപോലുള്ള ടിപ്പുകൾ ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പുകളൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. പഞ്ചസാര പുളി കൂടിക്കഴിഞ്ഞാൽ പഞ്ചസാര ഇടുക. അതുപോലെ തന്നെ നല്ല പഫി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടാനായിട്ട് കുക്കറിലിടുക. അതുപോലെ തന്നെ പപ്പടം ചേർത്താലും ദോശ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. ഈ ഒരു ടിപ്പുകളൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കണം കേട്ടോ. അടുത്തതായിട്ട് നമ്മളുടെ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഈ ഒരു 2-3 കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കട്ടെ. നല്ല അടിപൊളിയായിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നമ്മൾ എണ്ണ തേക്കുന്നതിന് പകരം ബട്ടർ തേച്ച് കൊടുക്കുക കേട്ടോ. ബട്ടർ ഇത്തിരി കൂടി നല്ല ടേസ്റ്റും ആവും. അതുപോലെ തന്നെ ആ ഒരു ഇഡ്ഡലി നല്ല പോലെ വിട്ട് കിട്ടാനും
നല്ലതാണ് കേട്ടോ. നമ്മൾ ഇഡ്ഡലി തട്ടിൽ ഇതുപോലെ ബട്ടർ തേച്ച് കൊടുത്തിട്ട്, ഏതൊരു എണ്ണ തേച്ചാലും നല്ലതാണ്, പക്ഷെ ബട്ടർ ആകുമ്പോൾ ഇത്തിരിയും കൂടെ നല്ലതാണ്. അതുപോലെ തന്നെ നിങ്ങൾ മാവ് ഒഴിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നല്ല രീതിയിൽ ആവി നല്ലതുപോലെ വന്ന് തട്ട് നല്ല പോലെ ചൂടായതിന് ശേഷം മാത്രം നിങ്ങൾ മാവ് ഒഴിച്ചു നോക്കുക കേട്ടോ. നമ്മൾ ആദ്യം തന്നെ വെക്കുമ്പോൾ തന്നെ മാവ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഗ്യാസ് ഓണാക്കി ചൂടാക്കി കഴിഞ്ഞാലൊന്നും അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടില്ല. അതുപോലെ സ്പോഞ്ച് പോലെ പൊങ്ങി വരെയും ചെയ്യും. ഇഡ്ഡലി തട്ടിൽ നിന്ന് നമുക്ക് അടർത്തി എടുക്കാനായിട്ടും വളരെ എളുപ്പമാണ്. ഈ ഒരു 2-3 കാര്യങ്ങൾ ഏതൊരു മാവ് ഉണ്ടാക്കിയാലും നമ്മൾ ഇപ്പം മാവ് ഇത്തിരി ടേസ്റ്റ് കുറവാണെങ്കിൽ കൂടി നമ്മൾ ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള നമുക്ക് ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇപ്പം ഞാൻ പറഞ്ഞു തന്ന കുറച്ചധികം ടിപ്പുകൾ മനസ്സിലായില്ലേ? അതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ലോ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് ഇഡ്ഡലി വേവിക്കുക. നല്ല സൂപ്പറായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഇഡ്ഡലി കിട്ടാനായിട്ട് സഹായിക്കും. നിങ്ങൾ വിചാരിക്കും ഈ ഫ്ലെയിമിലൊക്കെ എന്ത് കാര്യം ഇരിക്കണം, തീ വെക്കുന്നതിലൊക്കെ എന്താണെന്ന്. പക്ഷേ ഫ്ലെയിമൊക്കെ നമ്മൾ ആ കറക്റ്റിന് ഇപ്പം മസാലകൾ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കുറവ് ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ മസാല മൊരിച്ചെടുക്കുമ്പോഴാണ് അത് പെർഫെക്റ്റ് ടേസ്റ്റ് ആവുന്നത്. തീ കൂട്ടി വെച്ച് നമ്മൾ വഴറ്റി കഴിഞ്ഞാൽ അത്ര പെർഫെക്റ്റ് ആവില്ല. ഇതൊക്കെ നല്ല നല്ല ഐഡിയാസാണ്. ഭക്ഷണത്തിന് ടേസ്റ്റ് കൂട്ടാനായിട്ട് സഹായിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഇഡ്ഡലി താഴോട്ട് വെച്ചതിന് ഉടനെ തന്നെ കുറച്ച് വെള്ളം ഇതുപോലെ ഒന്ന് തെളിച്ചു കൊടുക്കുക. എല്ലാ ഇഡ്ഡലി ഇതുപോലെ ഒന്ന് തെളിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ. എന്നിട്ട് ഇത് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഒരു 4-5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നല്ലതുപോലെ തന്നെ ചൂടാറി കിട്ടും. ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് കൈ കൊണ്ടെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ സ്പൂൺ കൊണ്ടെടുക്കാം. പക്ഷെ കൈ കൊണ്ട് നമുക്ക് അടത്തി ഇതുപോലെ എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. നോക്കിക്കേ, നിങ്ങൾ ഇനി തട്ട് ഇത് കഴുകേണ്ട ആവശ്യമുണ്ടോ? തുടച്ചെടുത്താൽ മാത്രം പോരെ. നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പറായിട്ടുള്ള എല്ലാ സ്ത്രീകൾക്കും ഉപകാരപ്രദമായ നല്ല നല്ല ടിപ്സുകളാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.